ഹലോ 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 ആരാ? ബാലനുണ്ടോ? ഇവിടെ ബാലൻ മാത്രമല്ല മുതിർന്നവരും ഉണ്ട്. അതല്ല, ബാലനെന്ന് പേരുള്ള ഒരാളുണ്ടാന്ന്. ബാലൻ എന്ന് പേരുള്ള ആള് ഞാനാ. സമാധാനമായി. അതെ, ഈ ബാലന്റെ പേരിൽ എന്റെ വീട്ടിലൊരു ഭീഷണി കത്ത് വന്നിട്ടുണ്ട്. അതെന്തെന്ന് ചോദിക്കാൻ വന്നേ. ഞാൻ ആർക്കും ഭീഷണി കത്ത് എഴുതിയിട്ടില്ലല്ലോ. ഭീഷണി കത്ത് വന്നു. അതെന്നാ വായിച്ച് കേക്കട്ടെ. ഈ വരുന്ന 23-ാം തീയതി എന്റെ മകളുടെ കല്യാണമാണ്. വന്ന് തിന്നിട്ട് പോക്കോളണം, ഇല്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറി വെട്ടി പിരുത്തോടാ പട്ടി. ഇതാണ് ഇത് വെറൈറ്റി ബാലന്റെ മകളുടെ കല്യാണ ക്ഷണക്കത്താണ്. കല്യാണ ക്ഷണക്കത്ത് ഇങ്ങനെയാണ് എഴുതുന്നത്, ഭീഷണി പോലെ. എടാ, സാധാരണ എല്ലാ കല്യാണ ക്ഷണക്കത്തിലും എങ്ങനെയാണ് നിങ്ങളെ കുടുംബസമേതം കല്യാണത്തിന് വന്ന് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു, അതാണല്ലോ. അങ്ങനെ അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ക്ഷണക്കത്തായിരിക്കണം വെറൈറ്റി ബാലന്റെ മകളുടെ കല്യാണ ക്ഷണക്കത്ത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ വെറൈറ്റി ബാലന്റെ മോളെ കല്യാണം അല്ലേ? അതെ, അതാണ് ഈ സെറ്റപ്പ് ഒക്കെ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കല്യാണം എന്നെ വിളിക്കാൻ ഞാൻ നിങ്ങളുടെ ബന്ധുവാണോ അതോ സുഹൃത്താ? അതാണ് വെറൈറ്റി ബാലന്റെ അടുത്ത വെറൈറ്റി. സാധാരണ എല്ലാരും കല്യാണത്തിന് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും വേണ്ടപ്പെട്ടവരെയല്ലേ വിളിക്കുന്നത്. വെറൈറ്റി ബാലന്റെ മകളുടെ കല്യാണത്തിന് ഒരു ബന്ധുക്കാരും ഇല്ല, ഒരു സ്വന്തക്കാരും ഇല്ല, ഒരു പരിചയക്കാരും ഇല്ല. അടിപൊളിയാ. അതാണ് നിന്നെ ഞാൻ വിളിച്ചത്. അതെ, അവിടെ ചോര ഇരിപ്പുണ്ട്, ഒരു ഗ്ലാസ് എടുത്ത് കുടിക്ക്. ചോരയാ? വെൽക്കം ഡ്രിങ്ക്. അതാണ് വേറൊരു വെറൈറ്റി. നീ സുന്ദരനായിട്ടുണ്ട്, കൊള്ളാം. നല്ല വെറൈറ്റി, നല്ല വെറൈറ്റി. മേക്കപ്പ് കൊള്ളാം. ഈ ചെറുക്കനെ സ്വീകരിക്കാനുള്ള പൂമാല എവിടെ വെച്ചിരിക്കുന്നത്? പൂമാല അല്ലടാ, പിന്നെ കൊടലുമാല. അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുക്കനെ സ്വീകരിക്കാൻ നീ അതും കൊണ്ടുപോയിട്ട് വേണം സ്വീകരിക്കാൻ. ബാക്കി സെറ്റപ്പ് എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. കൊടൽമാലേ സ്വീകരിക്കാനോ? സുഷമ്മേ, ആഹാ, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഞാൻ ഈ യക്ഷിയുടെ വേഷം ഇട്ടൊരു വെറൈറ്റി ഉണ്ടാക്കാനേ പറഞ്ഞോളൂ. നീ യക്ഷിയായിട്ട് ജീവിക്കണ്ട, ഇതാക്കണ്ട, ശ്വാസം വിട്. എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്തിന്? സാധാരണ ഒരു മോളുടെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മമാർ എങ്ങനെയാ വേഷം കിട്ടുന്നത്? നല്ല പട്ടുസാരി ഉടുക്കും, നല്ല ആഭരണം ഇടും, തല നിറച്ച് മുല്ലപ്പൂ വെക്കും. എന്റെ കോലൊന്ന് നിങ്ങൾ നോക്കിക്കേ. എന്റെ സുഷമ്മേ, സാധാരണ കല്യാണങ്ങൾ പെണ്ണിന്റെ അമ്മമാര് പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂവും വെച്ച് ആടെ ആഭരണങ്ങൾ ഇട്ട് നിൽക്കല്ലേ ചെയ്യണത്. വെറൈറ്റി ബാലിന്റെ മകളുടെ കല്യാണത്തിന് അത് പാടില്ല. അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഞാൻ ഈ പിടിച്ചേക്കണത്. ഇവിടെ മുഴുവനും സോഷ്യൽ മീഡിയ ആണ്, ചാനലുകാരുണ്ട്. ഇന്നൊരു ദിവസം കൊണ്ട് വെറൈറ്റി ബാലനും ഫാമിലിയും ആൾക്കാരുടെ ഇടയിൽ വൈറലാവും. എന്റെ പൊന്ന് ചേട്ടാ, നമ്മുടെ രണ്ടുപേരുടെയും കാര്യം വീട്. ആ പെങ്കൊച്ച് എന്ത് പഴിച്ച് ആ കൊച്ചിനൊരു ബ്യൂട്ടീഷ്യൻ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാ വിളിച്ചോണ്ട്? ആള് വന്നല്ലോ. ആള് വന്ന് ഏതോ ഒരു പടം വരപ്പുകാരൻ ആ കൊച്ചിന്റെ മുഖത്ത് എന്തൊക്കെയാണെന്നറിയോ കാണിച്ചു വെച്ചേക്കുന്നത്? രണ്ട് പല്ലും കൂടെ വരച്ചു വെച്ചു. പല്ല് വരച്ചോ? ഓ സൂപ്പർ. എന്റെ ആഗ്രഹമായിരുന്നു അത് വരയ്ക്കാൻ. നിനക്കൂടെ രണ്ട് പല്ല് വരയ്ക്കായിരുന്നു. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി വേണമെങ്കിൽ വരയ്ക്കും. ഞാൻ രണ്ട് പല്ല് വരച്ചിട്ട് വന്നാലോ? ആ വരയ്ക്ക് പോയി. നല്ലതാ. ഇത് നമ്മുടെ സുന്ദര ചെറുക്കം വന്ന. ചെറുക്കം വന്നെങ്കിൽ ആ കുടലുമാലയിട്ട് സ്വീകരിച്ചിട്ട് തലയ്ക്ക് രണ്ട് അടിയും കൊടുത്ത് വിളിച്ചോണ്ട് പോവാ. ചെറുക്കം വന്ന് ഇത് കല്യാണ മണ്ഡപമാണോ? പേടിക്കണ്ട, പെണ്ണിന്റെ അച്ഛനാണ്. അനുഗ്രഹം മേടിക്കും. ഇതാണ് വെറൈറ്റി. വെറൈറ്റി ബാലിന്റെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഫുൾ വെറൈറ്റി ആയിരിക്കണം. അതെ, എവിടെ ഒറ്റയ്ക്കാണോ കല്യാണം കഴിക്കാൻ? ബാക്കി കൂടെ വന്നവരൊക്കെ 400 പേര് വന്നതാ 3 ബസ്സിനകത്ത്. ഈ ചോരയില്ലേ, ഇത് കണ്ടോണ്ട് ഒരു ബസ്സിനകത്ത് പോയവരൊക്കെ പോട്ടെ. അയ്യോ, അവരെല്ലാം ചെറിയ ഓടിയത് ആ വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തോ. അയ്യോ, അത് വൈറലാക്കാൻ. പെണ്ണിനെ താലി കെട്ടുമ്പോ മുടിവൊക്കെ കാണിക്കുന്ന ഒരു നാത്തോണില്ലേ, അവളെ ആദ്യം ഇറങ്ങി ഈ കലിക്കാവ് തൂക്കി പോയത്. അവരാരും നമുക്കുണ്ട്, അതിനൊക്കെ ആൾ ഇവിടെ ഉണ്ട്. അതെ, വെറൈറ്റി ബാലിന്റെ മകളുടെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ ഈ വേഷം പോരാ. ഈ വേഷം പോരാ. എല്ലാ കല്യാണ ചെറുക്കനും ഇങ്ങനെയുള്ള വേഷം വെള്ളം ഇടും. അതാണ് എല്ലാ ചെറുക്കന്മാരും വെള്ളയല്ലേ ഇടുന്നത്. വെറൈറ്റി ബാലിന്റെ മകളെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ വെറൈറ്റി വേഷം ഇടണം. സുന്ദര കൊണ്ടുപോയി ചെറുക്കന്റെ വേഷം സീരിയലാണോ സിനിമയാണോ? സീരിയൽ സിനിമയല്ല, ഇവിടുത്തെ ചെറുക്കന്റെ വേഷം കിടിലം വേഷം അവിടെ ഇരിപ്പുണ്ട്. കൊണ്ടുപോയിട്.
കണ്ടിട്ട് വേഷം തരാനല്ലേ വേഷം തരാൻ കൊണ്ടുപോകണല്ലോ വിഷം തരാനല്ലേ വേഷം തരാം അയ്യോ എല്ലാം വെറൈറ്റി ഹലോ എല്ലാം ബാലചേട്ടാ സൂപ്പർ ചേട്ടാ കിടില സോഷ്യൽ മീഡിയ മൊത്തം ബാലചേട്ടന്റെ കല്യാണം നിറഞ്ഞിരിക്കുകയാണ്. അതാണ് എന്റെ ആഗ്രഹം. 100K ലൈക്ക് ഇപ്പൊ വരും. കിടുക്ക. പക്ഷെ വേറൊരു കാര്യം, സംഭവം എല്ലാം വെറൈറ്റി എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കല്യാണത്തിന് നിൽക്കാനുള്ള സമയമില്ല, എനിക്ക് പോണം. എന്നാൽ ഇത്രയും വെറൈറ്റി ഉണ്ടെങ്കിലും ഈ ആചാരം നമ്മൾ മറക്കാൻ പാടില്ല. ഇതെന്തോ ലോട്ടറി ടിക്കറ്റോ? ഓ, കഴിഞ്ഞ ഓണം മെമ്പർ അത് കഴിഞ്ഞില്ലേ? അതാണ് വെറൈറ്റി. ഓഹോ, കഴിഞ്ഞ ഓണം വെറൈറ്റി വേണ്ടായിരുന്നു. എവിടെ ചെറുക്കൻ റെഡി കൊണ്ടുവാ. എന്റെ മാമ ഇത് കാണാം കലക്കി. സൂപ്പർ സൂപ്പർ. എനിക്ക് പല്ലൊക്കെ വെച്ചാ നീള്. എന്റെ മോളെ കെട്ടാൻ പറഞ്ഞ ചെറുക്ക എങ്ങനെ ആയിരിക്കണം അതുപോലെ ആയിട്ടുണ്ട്. എന്നാ ചെറുക്കനെ കൂടെ ഒരു ഫോട്ടോ എടുക്ക്. ഇത് ഫേസ്ബുക്കിലിടണം. കൊള്ളാം, നല്ല വേഷം. പിന്നെ കല്യാണ ചെറുക്ക, വേറൊരു രഹസ്യം പറയാൻ പോവാണ്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആദ്യ രാത്രി ഇവിടെയാണ്. അയ്യോ, എവിടാണ് മണിയറ ഒരുക്കിയിരിക്കുന്നത്? മണിയറ അല്ല, നമ്മൾ കല്ലറ ഒരുക്കിയിട്ടുണ്ട്. 2 കല്ലറ. എന്റെ ബന്ധുക്കളും അല്ല ഓടിയല്ലോ. അയ്യോ, എനിക്ക് പേടിയാ. കല്യാണ ചെറുക്ക പേടിക്കല്ലേ. നിന്നെ ഒറ്റയ്ക്കല്ല കല്ലറയിൽ ഇടണത്. ഒരു കല്ലറയിൽ നിന്നെയും ഇപ്പുറത്തെ കല്ലറയിൽ എന്റെ മോളെയും ഇടും, രണ്ടുപേരും. അതെങ്ങനെ മാമ? ഞങ്ങൾ രണ്ടിടത്ത് കിടക്കുന്നത് ശരിയാണോ? അല്ല പോലെ പേടിക്കണ്ട. മാമ അടിയിൽ കൂടെ ഒരു തുരങ്കോണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ വെറൈറ്റിക്ക് വേണ്ടി ഒരു 6 ക്യാമറയും അവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ ലൈവ് കൂടെ വിടറാ പാട്ടി. ലൈവ് വിടാം. അത് ലൈവ് വിടാം. മാമ കെട്ട സമയത്ത് നമുക്ക് ഇടാനുള്ള പൂ കണ്ടില്ല. സുന്ദര, നമ്മള് പൂവല്ല, അതൊക്കെ നമ്മൾ വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഒരു ചാക്ക് മെറ്റൽ ഞാൻ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ എറിയുന്നത്. ഇനി സമയം കളയണ്ട. മണ്ഡപത്തിൽ കയറിക്കോ ചെറുക്കൻ. ചെറുക്കൻ മണ്ഡപത്തിൽ കയറിക്കോ. മണ്ഡപത്തിൽ കയറിക്കോ. അയ്യോ, മണ്ഡപം എടാ ചെറുക്കാൻ മോനെടാ. മണ്ഡപത്തിൽ കയറിക്കോ. ഇതാണോ മണ്ഡപം? അയ്യോ, ഇത് ഞാൻ അങ്ങനെ കയറിയിരിക്കും. എടാ, എല്ലാ കല്യാണത്തിനും നമ്മൾ ഇങ്ങനെ ഒരു പല കേട്ടിട്ട് അതിലിരുന്നല്ലേ കല്യാണം കഴിക്കണേ. അതാണ് വെറൈറ്റി. ബാലിന്റെ മകളുടെ കല്യാണത്തിന് ഈ വെറൈറ്റിയാണ്. നീ ഇതിലിരിക്കണം. ഇതിലിരുന്ന് എന്റെ മോളെ കെട്ടണം. ഒരപേക്ഷയുണ്ട്. ഞാൻ കേറിയിരിക്കാം, പക്ഷെ എന്റെ കാലെ പിടിച്ച് ആരും വലിക്കില്ലെന്ന് പറയണേ. അതെന്താ? ഞാൻ രണ്ടായിട്ട് കീറി പോകും. അത് ഞാൻ നോക്കാം. കേറിക്കോ. ചെറുക്കനെ. ഇത് അങ്ങ് തരണം. ഇനി എവിടെ എന്റെ മോളെ തളയ്ക്കാനുള്ള താലിമാല എവിടെ? ചങ്ങലയിൽ ഇട്ടേക്കണം. അതെവിടെ? അയ്യോ, ഇതാണ് എന്റെ മോളെ തളയ്ക്കാൻ വേണ്ടിട്ടുള്ള ചങ്ങല. അയ്യോ, എന്നതല്ലേ താൾ തിളക്കുന്നതല്ലേ എന്റെ പൊന്നാച്ചാ. ചെറുക്കാ പിടിക്ക്. എവിടെ? മുഹൂർത്ത സമയമായി. ഇത് വിളിക്കപ്പെട്ടു. വിളിച്ചോ. എനിക്ക് പേടിയാണ്. എന്റെ താഴെ ഇറക്കോ. അയ്യോ, ഇനി സമയം വൈകണ്ട. നമുക്ക് തുടങ്ങാം. അപ്പൊ പെണ്ണിനെ മണ്ഡപത്തിലോട്ട് കയറ്റണ്ടേ? പെണ്ണിനെ മണ്ഡപത്തിലോട്ട് കയറ്റുമ്പോ പിന്നെ കെട്ടിമേളം ഇടാൻ പറയട്ടോ. വെറൈറ്റി ബാലിന്റെ മകളുടെ കല്യാണത്തിന് കെട്ടിമേളം അല്ലടാ, DJ. പൊളി. അച്ഛാ, അച്ഛാ, എന്നെ കെട്ടി. നീ എന്റെ മൂത്ത മോളെ കെട്ടാൻ വന്നല്ലേ? അതെ. പിന്നെ നീ എന്തിനാ എന്റെ ഇളയ മോളെ കെട്ടിയത്? നിർത്തടി, കെട്ട് കഴിഞ്ഞ്. എന്റെ ബാലമാമ, നിങ്ങൾ വെറൈറ്റിക്ക് വേണ്ടി എന്തെല്ലാം പരിപാടികൾ അവിടെ ചെയ്തു വെച്ചത്. അപ്പൊ മരുമോനായ എനിക്ക് എന്തായാലും ഒരു വെറൈറ്റി വേണ്ടേ? അതിന് ചേച്ചിക്ക് പറഞ്ഞ ഞാൻ അനിയത്തെ കെട്ടി. സൂപ്പർ വെറൈറ്റി അല്ലേ? ബാ, കല്ലറ കയറാം.